ഭൂമിയിൽ ഒരു ആണവയുദ്ധമുണ്ടായി മനുഷ്യരെല്ലാം തുടച്ചു നീക്കപ്പെട്ടാലും ഇവിടെ പാറ്റകൾ മാത്രം രാജാക്കന്മാരായി വാഴുമെന്ന കഥകൾ ഒരുപാട് കാലമായി കേൾക്കുന്നതാണ്. സിനിമകളിലും ജനപ്രിയ ചർച്ചകളിലും വൻ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ വാദം കേൾക്കുമ്പോൾ അണുബോംബുകളെ പോലും പുല്ലുപോലെ നേരിടുന്ന എന്തോ അതിമാനുഷിക ജീവിയാണ് പാറ്റകളെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. എന്നാൽ ഈ പരമ്പരാഗതമായ ധാരണ പൂർണ്ണമായും ശരിയല്ലെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രീയമായ ചില വസ്തുതകളെ അല്പം അതിശയോക്തി കലർത്തി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പാറ്റകളുടെ ഈ അനശ്വര കഥകൾ ലോകമെമ്പാടും ഹിറ്റായതും. ഈ കഥയ്ക്ക് പിന്നിൽ കൃത്യമായൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1944 ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി നഗരങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും നിമിഷ നേരം കൊണ്ട് കരിഞ്ഞു പോവുകയും മാരകമായ റേഡിയേഷൻ ഏറ്റ് മരിച്ചു വീഴുകയും ചെയ്തു. എന്നാൽ ഈ കരിഞ്ഞുണങ്ങിയ ദുരന്ത ഭൂമിയിലെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പാറ്റകൾ യാതൊരു ഭയവുമില്ലാതെ ഓടി നടക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മനുഷ്യൻ നശിച്ചാലും പാറ്റകൾ അവശേഷിക്കുമെന്ന വലിയൊരു ജനകീയ വിശ്വാസ്യതയിലേക്ക് കാലക്രമേണ വഴിമാറിയതും. റേഡിയേഷനെ പ്രതിരോധിക്കാൻ മനുഷ്യനേക്കാൾ 10 ഇരട്ടി ശേഷി പാറ്റകൾക്കുണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ്. മനുഷ്യന്റെ ശരീരകോശങ്ങൾ അതിവേഗം വിഭജിക്കപ്പെടുമ്പോൾ റേഡിയേഷൻ അവയെ എളുപ്പം നശിപ്പിക്കും. എന്നാൽ പാറ്റകളുടെ കോശവിഭജനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. എങ്കിലും ഒരു അണുബോംബ് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അതീവ മാരക താപതരംഗങ്ങളിൽ നിന്നും അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ ലോകത്തിലെ ഒരു പാറ്റയ്ക്കും കഴിയില്ല. അവ സ്പോട്ടിൽ വെണ്ണീറാകും. എന്നാൽ സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയോ ഭൂമിക്കടിയിലെ സുരക്ഷിതമായ വിള്ളലുകളിലോ ഒളിഞ്ഞിരിക്കുന്ന പാറ്റകൾക്ക് മാരകമായ വികിരണങ്ങളെ അതിജീവിച്ച് പുറത്തുവരാൻ കഴിഞ്ഞേക്കും. തല വെട്ടിമാറ്റിയാൽ പോലും ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ ദിവസങ്ങളോളം ശ്വാസമെടുക്കുവാനും 1 മാസത്തോളം ആഹാരമില്ലാതെ ജീവിക്കുവാനും കഴിയുന്ന വിചിത്രമായ കഴിവ് പാറ്റയ്ക്കുണ്ട്. പക്ഷേ ആണവ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ പാറ്റകളേക്കാൾ 100 മടങ്ങ് മുന്നിലുള്ള വൻപന്മാർ വേറെയുണ്ടെന്നാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത്. ടാർഡിഗ്രേഡുകൾ അഥവാ വാട്ടർ ബെയറുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികൾക്കും ചില പ്രത്യേകതരം ഫംഗസുകൾക്കും ശൂന്യതയിലെ കഠിനമായ അവസ്ഥകളെയും ആണവ വികിരണങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ചുരുക്കത്തിൽ ലോകാവസാനത്തിൽ പാറ്റകൾ അതിജീവിച്ചേക്കാം, പക്ഷേ ഈ ഭൂമിയിലെ ഏക അവകാശികൾ അവരായിരിക്കില്ല.